വെൽക്കം ബാക്ക് ടു ബേനൂസ് EduPSC. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എക്സാം പഠനമൊക്കെ? പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സാംസിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ഇനി വരുന്ന എക്സാംസിന് വേണ്ടി എല്ലാം ഉപയോഗപ്പെടുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലും നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സോൾഡ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇനി വരുന്ന എക്സാം റീസെന്റ് ആയിട്ട് നടന്ന എക്സാം ആയതുകൊണ്ട് ഇനി വരുന്ന എക്സാംസിനൊക്കെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ തീർച്ചയായും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോയിന്റ്സ് എഴുതി വെച്ചോളൂ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാരെ, ആദ്യ ചോദ്യം ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ജപ്പാൻ റഷ്യ ആക്രമിച്ച വർഷം ഏതെന്നായിരുന്നു? ഉത്തരം 1904 ആണ്. അപ്പൊ ജപ്പാൻ റഷ്യ ആക്രമിച്ച ആ യുദ്ധത്തിന് പറയുന്ന പേര് റസോ ജാപ്പനീസ് യുദ്ധം എന്നാണ്. യുദ്ധം നടന്ന വർഷം 1904 ആണ്. ഇനി പോർട്ട് ആർതറിലെ റഷ്യൻ നാവികസേനയ്ക്കെതിരെ ജപ്പാൻ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തോടു കൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. ഇനി പോർട്സ്മൗത്ത് ട്രീറ്റി പ്രകാരം ജപ്പാൻ വിജയികളായി. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഏഷ്യയിലെ ഒരു ശക്തിയാണ് യൂറോപ്പിലെ ഒരു ശക്തിയെ, ഏഷ്യയിലെ ഒരു ശക്തി യൂറോപ്പിലെ ശക്തിയെ ആദ്യമായിട്ട് തോൽപ്പിച്ച ആധുനിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ് ഈ യുദ്ധം. അപ്പൊ 1904 ജപ്പാൻ റഷ്യ ആക്രമിച്ച യുദ്ധം ആരംഭിച്ചത്. അപ്പൊ ആ ട്രീറ്റി കൂടെ ഓർമ്മിച്ചു വെക്കുക. പോർട്സ്മൗത്ത് ട്രീറ്റി എവിടെ വെച്ചാണ് യുദ്ധം ആരംഭിച്ചത്? പോർട്ട് ആർതറിലെ റഷ്യൻ നാവികസേന ആക്രമിച്ചുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഇതാണ്. ഇനി ഓപ്ഷൻസിൽ തന്നെ 2-3 വർഷങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ വർഷങ്ങളൊക്കെ നമുക്ക് എക്സാംസിന് ചോദിച്ചുള്ള വർഷങ്ങളാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ ആ വർഷങ്ങളൊന്ന് പഠിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഓരോ വർഷമായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 1903 എന്ന വർഷം നമ്മൾ PSC പരീക്ഷ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? അറിഞ്ഞിരിക്കേണ്ട ആ ഫാക്ട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ കൂട്ടുകാരെ, 1903 നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് PSC പരീക്ഷയ്ക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1903. 1903 നമ്മൾ പഠിച്ചത് എന്താണ്? SNDP യോഗം സ്ഥാപിതമായ വർഷം 1903 ആണ് അല്ലെ? അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതാണ് SNDP യോഗം, അത് സ്ഥാപിത വർഷം 1903 ആണ്. അതുപോലെ തന്നെ 1903 ചരിത്രപ്രധാനമായ സംഭവം ഉണ്ടായി. അതാണ് റൈറ്റ് സഹോദരങ്ങൾ ആദ്യമായിട്ട് വിമാനം വിജയകരമായി പറത്തിയത് 1903 ആണ്. റൈറ്റ് സഹോദരങ്ങൾ ആദ്യമായിട്ട് വിമാനം വിജയകരമായി പറത്തിയ വർഷം ഏതാണെന്ന് വെച്ചാൽ അത് 1903 ആണ്. അപ്പൊ നമ്മള് SNDP യോഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഈ ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 1903 SNDP യോഗം സ്ഥാപിതമായെന്ന് പറഞ്ഞു അല്ലെ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് 1903 പറഞ്ഞു. ഇനി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ബന്ധപ്പെട്ട പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും പോയിന്റ്സ് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നോക്കൂ കൂട്ടുകാരെ, നമ്മൾ 1903 പ്രാധാന്യം പറഞ്ഞു. എന്താണ്? SNDP യോഗം സ്ഥാപിതമായ വർഷം 1903 ആണെന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ നമ്മൾ പറഞ്ഞു റൈറ്റ് സഹോദരങ്ങൾ ലോകത്തിൽ ആദ്യമായിട്ട് വിമാനം വിജയം പറത്തിയതും 1903 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഈ ക്വസ്റ്റ്യനിലൂടെ SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് SNDP യോഗം? SNDP യോഗം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് SNDP യോഗം എന്ന് പറയുന്നത്. ഇനി അത് സ്ഥാപിതമായത് 1903 മെയ് 15-നാണ്. ഇനി SNDP യോഗം സ്ഥാപിതമായ പ്രധാന കാരണം ആരാണ്? ഡോക്ടർ പൽപു ആണ്. ഇപ്പൊ ഡോക്ടർ പൽപു മുൻകൈ എടുത്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് SNDP യോഗം സ്ഥാപിതമായത്. ഇനി SNDP യോഗത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് കേട്ടോ. SNDP യോഗത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. അതുപോലെ SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് SNDP യോഗം സ്ഥാപിതമാകുന്നതിന് മുമ്പത്തെ സംഘടന അറിയപ്പെടുന്നത് വാവൂട്ട് യോഗം എന്നാണ്. അപ്പൊ SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണെന്ന് വെച്ചാൽ വാവൂട്ട് യോഗമാണ്. അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ സ്ഥാപക സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ഇനി SNDP യോഗത്തിന്റെ ആജീവാനന്ദ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ്. SNDP യോഗത്തിന്റെ ആജീവാനന്ദ അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDP യോഗത്തിന്റെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. നിലവിലെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് യോഗനാഥമാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ മനസ്സിലാക്കി? SNDP യോഗം സ്ഥാപിതമായ വർഷം 1903 മെയ് 15 ആണ്. ഇനി അതുപോലെ തന്നെ അതിന് കാരണം ആരായിരുന്നു? ഡോക്ടർ പൽപു ആണ്. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം സ്ഥാപിതമായത്. ഇനി അതിന് മുൻഗാമി SNDP യോഗത്തിന് മുൻഗാമി എന്നറിയപ്പെട്ടത് വാവൂട്ട് യോഗമാണ്. ഇതിന്റെ സ്ഥാപക സെക്രട്ടറി കുമാരനാശാനും ഇനി ആജീവാന്റെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു,
അതുപോലെ തന്നെ XNDP യോഗത്തിന്റെ ആദ്യ കാലത്തിലെ മുഖപത്രം എന്നറിയപ്പെടുന്ന വിവേകോദയമാണ്. നിലവിലെ മുഖപത്രം ഏതാണെന്ന് വെച്ചാൽ യോഗനാഥമാണ്. അപ്പൊ SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വർഷം പറഞ്ഞിട്ടുണ്ട്, ആ വർഷത്തിലെ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി പോയാലോ. അപ്പൊ അടുത്ത വർഷമാണ് 1905. അപ്പൊ 1905 പ്രധാനപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സംഭവമായിരുന്നു ബംഗാൾ വിഭജനം, അല്ലെ. ബംഗാൾ വിഭജനം, ബംഗാൾ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു പ്രവിശ്യ വിഭജിക്കാനിടയായത് എന്നാണ് 1905-ലാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രവിശ്യയായിരുന്നു ബംഗാൾ. അപ്പൊ വിഭജിച്ച് ഭരിക്കുക എന്ന ആശയത്തോടു കൂടിയാണ് ബംഗാളിനെ എന്ത് ചെയ്തത്, വിഭജിച്ചത്. കാരണം ദേശീയ പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നെഴ്സറി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ആയിരുന്നു. അതുകൊണ്ട് ബംഗാളിനെ വിഭജിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ 1905 ബംഗാൾ വിഭജിക്കുകയുണ്ടായി. അപ്പൊ ബംഗാൾ വിഭജന സമയത്തെ വൈസ്രോയ് ആരായിരുന്നു ചോദിച്ചാല് കഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജന സമയത്തെ വൈസ്രോയ്. ഇനി മനസ്സിലാക്കേണ്ടത് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതും എന്നാൽ റെയർ ആയിട്ടുള്ള ഫാക്ട്സുകളാണ്. അപ്പൊ ഇതും കൂടി നിങ്ങൾ നോക്കി പോവാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഗാനം ഏതായിരുന്നു? ഇതാണ് ചോദ്യം. ഉത്തരം അമർ സോന ബംഗ്ലയാണ്. അപ്പൊ അത് ബംഗാൾ വിഭജന സമയത്താണ് അദ്ദേഹം രചിച്ചത്. ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചത് അമർ സോന ബംഗ്ല ആണ്. ഇനി നോക്കാം, ബംഗാൾ വിഭജനത്തെ ക്രൂരമായ തെറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബംഗാൾ വിഭജനത്തെ ക്രൂരമായ തെറ്റെന്ന് വിശേഷിപ്പിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു. ഇനി അടുത്ത് നോക്കാം, രക്ഷാബന്ധൻ ദിനം, ബംഗാൾ വിഭജനത്തെ രക്ഷാബന്ധൻ ദിനം ആചരിക്കണം, ബംഗാൾ ദിനത്തെ ആ ദിവസത്തെ രക്ഷാബന്ധൻ ദിനം ആയിട്ട് ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ആരാന്ന് വെച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ വിഭജന ദിനത്തെ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നത് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ആ സമയത്ത് രചിച്ച ഗാനം ഏതായിരുന്നു? അമർ സോന ബംഗ്ല. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ സുരേന്ദ്രനാഥ് ബാനർജി എന്താണ് വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജനത്തെ? ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്നാണ് ബംഗാൾ വിഭജനത്തെ സുരേന്ദ്രനാഥ് ബാനർജി വിശേഷിപ്പിച്ചത്. ഈ ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു വെച്ചാൽ ജോൺ ബോഡ്രിക് ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ജോൺ ബോഡ്രിക് ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം കൂടെ മനസ്സിലാക്കുക. 1911-ലാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ആരാന്ന് വെച്ചാൽ ജോർജ് അഞ്ചാമനായിരുന്നു. അപ്പൊ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനും ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ വൈസ്രോയ് ആയിരുന്നു ഹാർഡിഞ്ച് രണ്ടാമനുമായിരുന്നു. അപ്പൊ നോക്കാം, ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ജോൺ ബോഡ്രിക് ആയിരുന്നു. ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആ സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ആരാന്ന് വെച്ചാൽ ജോർജ് അഞ്ചാമനും ആ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ വൈസ്രോയ് ആരെന്ന് വെച്ചാൽ ഹാർഡിഞ്ച് രണ്ടാമനും ആയിരുന്നു. അപ്പൊ 1905 നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ബംഗാൾ വിഭജനം ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പം അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ഫാക്ട്സ് ഡിസ്കസ് ചെയ്ത് ഒത്തിരി പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് ബൈ ഫ്രം മീ. താങ്ക് യു.